ഹായ് ഗായ്സ്, ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ചർമ്മം തിളങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ ഇതാ ഈ മഞ്ഞക്കിളി ഒരു മഞ്ഞ ഡ്രിങ്കുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് ഒരു തവണ അല്ലെങ്കിൽ ഒരു രാത്രി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. പിറ്റേന്ന് രാവിലെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ചർമ്മം നല്ല രീതിയിൽ ആ ഒരു ഗ്ലോയിങ്ങും അതുപോലെ തന്നെ ആ ഒരു ലൈറ്റനിങ് ഒക്കെ നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ള ഒരു മാജിക് ഡ്രിങ്കാണ് നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്ന് കണ്ടു വന്നാലോ? അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് പാലാണ് കേട്ടോ. പാലെന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുക്കുന്ന പാല് ആൽമണ്ടിൻ്റെ മിൽക്കാണ്. ആൽമണ്ട് മിൽക്കാണ് എടുക്കുന്നത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബദാം ഒന്നിച്ച് മേടിച്ചിട്ട് അത് കുതിർത്തിട്ട് അരച്ച് വെള്ളമൊക്കെ ചേർത്ത് അരച്ച് പിഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ആൽമണ്ടിൻ്റെ മിൽക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ആ രീതിക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ് കേട്ടോ. ബൾക്കായിട്ട് ആൽമണ്ട് എടുത്തിട്ട് ഇതുപോലെ ഹോം മെയ്ഡായിട്ട് ഞാൻ 2 ആഴ്ച ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആൽമണ്ടിൻ്റെ ആ ഒരു പാല് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് സാഫ്രോണാണ്, നമ്മുടെ കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ ചെറിയൊരു നുള്ളു കുങ്കുമപ്പൂവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ പച്ചമരുന്ന് കടയിൽ നിന്ന് ഉണങ്ങിയ മഞ്ഞൾ മേടിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട്, നന്നായിട്ട് ഫൈനായിട്ടൊന്നും പൊടിച്ചിട്ടില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ക്രഷായിട്ട് വീട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ ഉപയോഗിക്കരുത് ദയവായിട്ട്. ഇതുപോലെ പച്ചമരുന്ന് കടയിൽ പോയിട്ട് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണങ്ങിയ മഞ്ഞൾ മേടിച്ചിട്ട് ഇതുപോലെ പൊടിച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒരു പാല് ചെറിയ ചൂടുണ്ടാകുമ്പോൾ, ഇച്ചിരി തണുത്തതിന് ശേഷം കേട്ടോ, ഒരുപാട് തണുക്കല്ല, ചെറിയൊരു ചൂടുണ്ടാകുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ തേനാണ്, ഹണിയാണ് കേട്ടോ. ഹണി നമ്മളിവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1 മുതൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. 1 ടീസ്പൂണിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിനകത്തിട്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ, ലൈറ്റൻ ചെയ്യാൻ, ഗ്ലോയിങ് ആക്കി കൊണ്ടുവരാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഏജ്ഡ് ആവുമ്പോൾ, അതായത് വയസ്സാവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചുളിവുകളും പാടുകളും പിഗ്മെൻറ്റേഷനും എല്ലാം തന്നെ പോകാനായിട്ട് ഈ ഒരൊറ്റ ഡ്രിങ്ക് മാത്രം മതി. ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യാണ് 2 വീക്സിന് കേട്ടോ. നിങ്ങൾക്കിത് ഈ ഒരു ബദാം മിൽക്ക് തന്നെ വേണമെന്നില്ല, ആയാൽ നല്ലത്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പശുവും പാൽ എടുത്താലും മതി കേട്ടോ. പശുവും പാലോ പാക്കറ്റ് പാലോ, മാക്സിമം പശുവും പാലെങ്കിലും എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കിത് രാത്രി ചെറു ചൂടോട് കൂടിയിട്ട് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു നുള്ളു കുങ്കുമപ്പൂവ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് പാല്, വേണമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം, 1 ടീസ്പൂൺ തേനും. ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു മാജിക്കൽ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് രാവിലെ കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കാം, ഉറപ്പായിട്ടും കുടിക്കാം, ഒരു പ്രശ്നമില്ല കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കുടിച്ചാൽ മതി, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് കുടിച്ചാൽ മതി. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തിട്ട് ആർക്കൊക്കെ എന്തെല്ലാമാണ് സ്കിന്നിൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ദയവായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കുക കേട്ടോ. കാരണം എന്താ, മറ്റുള്ളവർക്ക് കൂടി അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മാത്രമല്ല നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കുന്ന ബദാം മിൽക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊണ്ടുവന്നാൽ മാത്രം മതി, തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ഷംന.